കാന്താര കണ്ടിട്ട് രുക്കു ഫാൻസ് ആയ ഇന്നലെ പെയ്ത മഴയിലുണ്ടായ കുറച്ച് പിള്ളേരുടെ നിങ്ങൾക്ക് അറിയായിരിക്കും. എന്നാൽ ഇതേ രുക്മണി വസന്തിന്റെ വായിക്കൊള്ളാത്ത സിനിമ പേരിട്ടിട്ടുള്ള ഒരു സിനിമയും കണ്ട് ഡിപ്രഷനും അടിച്ച് ജീവിതം തന്നെ വെറുത്തു പോയ ഒരു യുവാവിൻ്റെ കഥ നിങ്ങൾക്കറിയോ? വല്ലാത്തൊരു കഥയാണിത്. പറഞ്ഞുതരാം. അതായത് ചില സിനിമകൾ ഉണ്ടാവില്ല, ഒറ്റത്തവണ നമ്മൾക്ക് കാണാൻ പറ്റുള്ളൂ, അത്രയും ഡാർക്ക് ആയിരിക്കും, ഈ റിക്വം ഫോർ എ ഡ്രീം ഒക്കെ പോലെ. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയുണ്ട്. അപ്പോൾ കൺസിഡർ ദിസ് വീഡിയോ ആസ് എ വാർണിംഗ്. ഈ രുക്മിണി വസത്തിൻ്റെ പോസ്റ്ററൊക്കെ കണ്ടിട്ട് ആമസോൺ പ്രൈമുകാർ നമ്മളെ ഇങ്ങനെ വിളിക്കും, ഈ സിനിമ ഈ സിനിമ കാണുമെന്ന് പറഞ്ഞ് കാണരുത്. ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ്. ഈ പണ്ടായിരത്തിൻ്റെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് റീലും വരും. ഞാൻ ഇപ്പോൾ സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. ഇന്നലെ ഞാൻ അതിൻ്റെ ഒരു റീൽ കണ്ടു, അപ്പോഴാണ് എനിക്കിത് മുഴുവൻ ഓർമ്മ വന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ മാത്രം ട്രോമറ്റൈസ്ഡ് ആയ പോരല്ലോ, നിങ്ങളിതിനെക്കുറിച്ച് അറിയണം. 2 പാർട്ടുണ്ട്, സൈഡ് എ സൈഡ് ബി. കാസറ്റിൻ്റെ സൈഡ് എ സൈഡ് ബി. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പേര് കേൾക്കുമ്പോൾ നമ്മളെന്ത് വിചാരിക്കും? അത് ഭയങ്കര റൊമാൻറ്റിക് സംഭവമാണ്, എന്തെങ്കിലും അവസാനം വരുമോ, എന്തെങ്കിലുമൊക്കെ ആ ഒരു പോസിറ്റീവ് ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് കുഴപ്പമില്ല കേട്ടോ, ഇത്തിരി നൈസാണ്. അതിൽ നമ്മുടെ രക്ഷി ഷെട്ടിയാണ് നായകൻ. അപ്പോൾ രക്ഷി ഷെട്ടിയും രുക്മിണി വസന്തിൻ്റെയും ഒരു കെമിസ്ട്രി, അവരുടെ കോമ്പിനേഷൻ സീൻസൊക്കെ നൈസാണ്. പിന്നെ ഒരു കാര്യം അങ്ങോട്ട് സംഭവിക്കും, പിന്നെ ഒരു പോക്കാണ്. നമ്മളിത് ഇപ്പം ശരിയാവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇരിപ്പ് മാത്രമേ ഇരുന്നാൽ അതേ ഉണ്ടാവുള്ളൂ, ഒന്നും നടക്കാൻ പോകുന്നില്ല. ഹേമന്ത് റാവുവോ അങ്ങനെ എന്തോ ആണ് ആ ഡയറക്ടറിൻ്റെ പേര്. അവനെൻ്റെ കൈ കിട്ടിയതിൻ്റെ അവനെ ഇടിച്ചിട്ട് എനിക്ക് അത്രയും ദേഷ്യം വന്നിട്ടുണ്ട് ആ സെക്കൻഡ് പാർട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ഞാൻ ഈ സിനിമ ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല. സപ്തസാഗര ഡാച്ച യെല്ലോ, സൈഡ് ബി സൈഡ് എ, അങ്ങനെ 2 പാർട്ടൊക്കെ ഉണ്ട്. കാണരുത് മക്കളെ, കാണരുത്.